ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പാലക്കാട്ട് നിന്നും ട്രിവാൻഡ്രം കഴക്കൂട്ടൻ DLCPയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ മനുകുമാറാണ് ഇവിടെ DLCP ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കഴക്കൂട്ടം സെൻറ്ററിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഏറി വന്ന ഒരു 100 മീറ്റർ പോലും ഇല്ല. അതൊന്ന് മുന്നോട്ട് വരുന്നു കഴിഞ്ഞാൽ KSCBയുടെ സബ്സ്റ്റേഷനുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പഞ്ചായത്ത് റോഡ് ഒരു ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 50 മീറ്ററിൻ്റെ ഉള്ളിൽ വീടിനുള്ളിൽ ഇവിടെ വീട് കാണാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അതിൻ്റെ സൈൻ ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. വെസ്റ്റേജിൻ്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലത്തെ നിലയിൽ അവർ താമസിക്കുന്നുണ്ട്. താഴെയാണ് DLCP വർക്ക് ചെയ്യുന്നത്. ഹായ്, രാജശേഖരൻ സാർ കൂടി ഉണ്ട്. ഹാ സാർ, ഞങ്ങളെല്ലാവരും ഉണ്ട്. യൂനസ് ഭായ്, അൻവർ ഭായ്, ബിജ്മോൻ സാർ, ഞാൻ, അങ്ങനെ എല്ലാവരും കൂടി പാലക്കാട് നിന്ന് എത്തിയിട്ടുണ്ട്. Hi sir. Yunus sir, good morning. സാറേ നമസ്കാരം. സുഖം ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതമായി അർപ്പിക്കുവാനായിട്ട് ഡയമണ്ട് ഡയറക്ടർ യൂനിസ് സാറിനെ ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചിട്ട് തിരുവനന്തപുരത്ത് ഇതുപോലുള്ള ഒരു അവസരം നമുക്ക് STG ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഈ ക്ഷണം സ്വീകരിച്ച് ഈ ഉദ്ഘാടന വേദിയിൽ എത്തിയിട്ടുള്ള സദസ്യരായ ആളുകൾക്കും അതുപോലെ നമ്മളെ പോലുള്ള പ്രിയപ്പെട്ട പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വരാൻ പോകുന്ന ആളുകൾക്കും
എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം പറയുന്നു. ഈ കോവിഡ് കാലത്ത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ലഭിച്ച ഒരു ബിസിനസ്സിലാണ് നമ്മളെല്ലാവരും. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലത്ത് അതിവേഗതയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ കൂടെ നമ്മൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ ചങ്ങാത്തത്തിൽ കൂട്ടായ്മയിൽ ഒന്നിച്ച് അണിചേരുന്നതിന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്യ അതിഥികളായിട്ടുള്ള ബാബു സാർ, അദ്ദേഹം ഈ ബിസിനസ്സിലെ ക്രൗൺ ഡയറക്ടർ, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലെ അതുമല്ല ദേശ സുരക്ഷയിൽ വളരെ വലിയ മുന്നേറ്റം നയിച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു കൂട്ടായ്മയ്ക്കും വളരെ കൂടുതലായിട്ട് സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനു സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജശേഖരൻ സാർ, സുബൈദാർ മേജർ, അവിടെ ഞാൻ പോലെ ഈ ക്ഷണം സ്വീകരിച്ചിവിടെ ഈ സ്റ്റേജിൽ അലങ്കരിതമായിട്ടുള്ള വൈക്കം സാർ, അലങ്കരിക്കാൻ എത്തിയിട്ടുള്ള ഡയമണ്ട് ഡയറക്ടർ അശോക് സാർക്കും പ്രത്യേകമായിട്ട് ഇവിടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ ഹാറൂൺ മുഹമ്മദ് സാറ്, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ കമ്പനി പറയുന്ന വിഷ്വൽ അത് പറയാത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സംസാരം നമ്മുടെ മനു സാറിന്റെ വായിൽ നിന്ന് വരാറില്ല. അത് കൃത്യമായിട്ട് നിങ്ങളും അത് ഉൾക്കൊള്ളുക. അപ്പൊ ഈ വെൽക്കം സ്പീച്ചിന് വേണ്ടി എന്നെ ക്ഷണിച്ച മനു സാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിഷ്വൽ, താങ്ക് യു. ആർമിയിലായിരുന്നു ഒരു 18 വർഷം. ഇതെന്റെ വൈഫ് മിസ്റ്റർ അഞ്ജു, എൻ്റെ കുട്ടികളുടെ പുറകിലുണ്ട്. പിന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് 6 മാസം സമയമെടുത്ത് ഞാൻ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള മിസ്റ്റർ സാലിയെ ഒരുപാട് ശല്യം ചെയ്തിട്ട് ആണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. സോ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലാക്കിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അതോടൊപ്പം ഇതിനകത്ത് നിൽക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടീമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് ഇനാഗുറേഷന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. സർ, ഇതാണ് ബെസിക്കൽ. എല്ലാ നെഗറ്റീവിനെ പോസിറ്റീവായി മാറ്റിക്കൊണ്ട് ജീവിതത്തോട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് ബെസിക്കൽ. സർ, അതുപോലെ തന്നെ ഇവിടെ എന്റെ ഈ ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാമിന് വേണ്ടി പാലക്കാട് നിന്നുള്ള ലീഡേഴ്സ് മിസ്റ്റർ വിജു സാർ, അതുപോലെ തന്നെ അൻവർ സാർ, അതുപോലെ ജിമോൻ സാർ, എന്റെ അപ്ലൈനായിട്ടുള്ള മിസ്റ്റർ മുഹമ്മദ് സാലി, 4 പേരെയും ഞാൻ വളരെ വിശാലമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വരെ വന്നതിന് വേണ്ടി സാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സദയം ക്ഷമിക്കുക ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇനാഗുറേഷൻ സെറിമണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബാബു സാറിനെ ക്ഷണിച്ചു പോകും. ഓക്കെ, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമുക്ക് ഈ ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, താങ്ക് യു. അച്ഛനമ്മേ sir, please come.
ഒരു ഇന്ററാക്ഷൻ ചെയ്യാനും തന്നിരിക്കുന്ന മനസ്സാർ തന്ന ഈ അവസരം ഞാൻ വളരെ വളരെ ധന്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, എനിവേ മനസ്സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്റ്റോക്ക് പോയിന്റ് വെച്ച് യാത്ര ചെയ്യാൻ പരിചയപ്പെട്ടു. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഡെയിലി നല്ല ഇന്ററാക്ഷനും നല്ല നല്ല ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ഒരു ഫാമിലി, അതായത് ഫാമിലി ആയിട്ടാണ് സാറ് ഈ ബിസിനസ്സിനെ കാണുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എനിക്കും എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ എന്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടാണ്. മക്കളായാലും വൈഫായാലും, വൈഫ് ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. പക്ഷെ എന്തോ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്റെ ഫാമിലിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ മനസ്സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് നിങ്ങൾ ഏത് ബിസിനസ്സിനെ ഇൻവോൾവ് ആവുന്നു. കാരണം ഇവിടെയുണ്ട് അരുൺ സാറും സാറിന്റെ വൈഫ്, അവർ ഒത്താണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക്, അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ആരോഗ്യവും സമ്പത്തും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. നമ്മുടെ ഫാമിലിയിലായിരിക്കണം ആദ്യം വേണ്ടുന്നത് എന്താ? ആരോഗ്യം വേണ്ടുന്നത്. അതിന്റെ ഒപ്പം നമുക്ക് കിട്ടുന്നതാണ് സമ്പത്ത്, ഒപ്പം നമുക്ക് സന്തോഷവും കൂടെ. ഇത് മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അത് എവിടെ കിട്ടിയാലും ഒരുമിച്ച് കിട്ടുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കൈവിട്ട് നിൽക്കുകയാണ്. എനിവേ, എന്തായാലും നമുക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ ഈ കഴക്കൂട്ടത്ത് ഇങ്ങനൊരു സംരംഭം വന്നത് തന്നെ, ഇപ്പൊ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ, വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഇത് കേരളത്തിൽ ഇതിന്റെ ഒരു ചലനങ്ങളുമില്ല. കേരളത്തിൽ വരുന്ന സമയമാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കാൻ, നിങ്ങൾ ഒരുപക്ഷെ അത് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, പ്രോഡക്റ്റ് എടുക്കാൻ ഞാൻ തമിഴ്നാട്ടിൽ പോയി സോപ്പ് പേസ്റ്റ് മേടിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് അന്നുണ്ടായി. കേരളത്തിൽ ഇതിന്റെ ഒരു ചലനമില്ല. ഇന്നാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എല്ലാം ഉണ്ട്. അപ്പം ഇതിനകത്ത് പല ഫണ്ടുകളുണ്ട്, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടിയ വ്യക്തികളെ കേരളത്തിൽ അന്ന് ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം വിശ്വസിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ മുമ്പിൽ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കത് കണ്ട് വേണം വിശ്വസിക്കാൻ. ആ വിശ്വാസം, അത് സ്വയം വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പ്രസ്ഥാനത്തിൽ അന്ന് കടന്നു വരുന്നത്. അതിനുശേഷം ധാരാളം ആൾക്കാരെ വിശ്വസിപ്പിക്കേണ്ടി വന്നു. അപ്പൊ അതിന് ശേഷം ഉണ്ടായ പല മാറ്റങ്ങളാണ്. അപ്പൊ ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, ഞാനൊരു മിലിറ്ററി ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ആ സാറിനെ ഏറ്റെടുക്കാൻ തോന്നിയ ആ ഒരു മനോഭാവം, അത് തന്നെയല്ല സാറിന്റെ അപ്ലൈ ഇന്ന് സാറിന്റെ കൂടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ്. അപ്പൊ ഈ ഫാമിലിയിലെല്ലാം സൗഭാഗ്യവും സമ്പത്തും എത്തിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും എടുക്കുന്ന ദൗത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കണം. അത് പറയുകയാണെങ്കിൽ ബാലഗോപാൽ സാറുണ്ട്, ബാലസുബ്രഹ്മണ്യ സാർ, അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നമുക്കിത് കാണാം. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ ഒരു നല്ലൊരു അവസരം. കാര്യം അവരവരുടെ സ്വന്തം ഓഫീസ് പോലെ വരാനും ബിസിനസിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് ഈ കഴക്കൂട്ടം ഭാഗത്തെത്തി. ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി 2004 വന്നതാണ്, 16 വർഷം പിന്നിടുന്നു. അപ്പൊ 16 വർഷം കൊണ്ട് അവര് ആ കമ്പനിയുടെ വിഷൻ, ലോങ് വിഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അവരിന്ന് 8ഓളം രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെ 8 വിദേശ രാജ്യങ്ങളിൽ അവരെത്തിപ്പെട്ടു. അപ്പൊ നോക്കണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് എത്തിക്കുന്ന ഒരു ഏക കമ്പനിയാണ് വെസ്റ്റേജ്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, അവരെ ടേൺ ഓവർ നോക്കണേ 2500 കോടി വോളിയം ടേൺ ഓവറായി. 2025 എന്താ വരാൻ പോകുന്നതെന്ന് കമ്പനി ഇന്നേ കാഴ്ചപ്പാടുള്ള കമ്പനി. 2025 20,000 കോടി ടേൺ ഓവറോട് കൂടി 50 വിദേശ രാജ്യങ്ങളിൽ എത്താൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രസ്ഥാനമാണ്, മഹത് പ്രസ്ഥാനമാണ്. അതിന്റെ ഭാഗമായ നമ്മളെല്ലാം വെൽനസിലേക്കാണ് വരുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ഇല്ലസാണ്, അല്ലേ? അസുഖം വരുന്ന ആ മേഖലയിൽ നിന്ന് നമ്മൾ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യാം? അപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന യുഗവും അതാണ്. അപ്പൊ അതിനെല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ജീവകാരുണ്യം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വത്തിനും അതേപോലെ ആരോഗ്യത്തിനും, ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ സന്തോഷം വരാത്തത്.
അപ്പൊ സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യും. ഇന്നിവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് രീതിയും അതിന്റെ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റും നമ്മൾ ശരിക്കും ഒരു നമ്മുടെ മനസ്സിനെ ഒഴിഞ്ഞ് അതിനു വേണ്ടി അർപ്പിക്കാമെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്ക് എൻജോയ് ചെയ്യാം. ലൈഫ് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യാം, കാലശേഷം കൈമാറാം. അതാണ് നമുക്ക് കിട്ടുന്ന അവസരം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ കർമ്മഫലമാണ്. അപ്പൊ ഇതെല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം മറ്റുള്ളവർ കൂടെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ ജീവകാരുണ്യമായിരിക്കണം. അങ്ങനെ ഒരു നല്ല പ്രസ്ഥാനം ഇന്ന് പോയി കഴക്കൂട്ടത്തെത്തി. മനുസാറിന് നല്ലൊരു ക്ലാപ്പ് മനുസാറിന്. എനിക്കും ഇവിടെ ഒരുപാട് അസോസിയേറ്റ് ഉണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പൊ നമ്മളിപ്പോ ആരായാലും തന്നെ ഞാനിപ്പോ എടുത്ത ഒരു എഫേർട്ട് എല്ലാവരും എടുക്കണമെന്നില്ല. ഞാൻ കൊല്ലത്തുനിന്ന് ഞാൻ എവിടെ പോകും, തമിഴ്നാട്ടിൽ പോയി സാധനം എടുത്തു. അതുകൊണ്ട് എനിക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കമ്പനി പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്കത് നേടാൻ പറ്റി. അപ്പൊ എനിക്കത് വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതുപോലെ എന്ത് വേണം, ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ അതിന് കമ്മിറ്റഡ് ആണോ അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്ത് നമ്മൾ തെളിയിക്കണം. ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാകുന്നതിനുപരി പറയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചെടുക്കാമെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, പലതരത്തില്, അതായത് ഇന്ത്യൻ മഹാരാജ്യത്തെ തന്നെ ഒരു നല്ല സാമ്രാജ്യമാക്കി മാറ്റാൻ പറ്റും. അതിന്ന് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ പറ്റും. ഇന്നിപ്പോ നമ്മൾ നോക്കണം, ഡയബറ്റിക് ഏത് തരത്തിൽ നോക്കിയാലും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളത്തിൽ ഡയബറ്റിക് കൂടി വരിക. അതിനൊക്കെ നമ്മളൊരു ശമനം ഉണ്ടാകണമെങ്കിൽ, അടുത്ത തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ ഈ ഒരു കമ്പനി അതിനുള്ള ദൗത്യമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ആ ദൗത്യത്തിൽ പങ്കാളികളാകാനും അത് ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സർവേശ്വരന് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിന് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളു. എന്നെ പരിചയപ്പെടുത്തി. പേര് മുഹമ്മദ്, സ്ഥലം പറളി, പാലക്കാട്. പറളി പറഞ്ഞ് ശീലമായി, കാരണം പറളി പറഞ്ഞ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല. എന്നിരുന്നാലും പാലക്കാട് ടൗണില് 14 കിലോമീറ്ററിനകത്ത് ഒറ്റപ്പാലം റോഡിൽ കാണുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഗ്രാമം. കഴിഞ്ഞ 3.5 വർഷത്തിലേറെയായിട്ട് ഈ ഒരു പ്രൊജക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ബാബു സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോഗ്യ സംരക്ഷണം നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ ആരോഗ്യവാനായി ഇരിക്കണമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും, പതുക്കെ അയൽവാസികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. ആ ഒരു സൊസൈറ്റിയെ പതുക്കെ ബിൽഡ് ചെയ്ത് ഒരു സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നാടാക്കിയിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ പറ്റും. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്തായാലും കാരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള നാട് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു നാട് ഇന്ത്യയാണ്. എല്ലാം കൊണ്ടും വളർച്ചകൾക്ക് ഒരുപാട് കാലം ബാക്കി നിൽക്കുന്ന ഒരു നാടും ഇന്ത്യയാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ മറ്റുള്ള രാജ്യക്കാർ ഒരു പരീക്ഷണ ബുദ്ധിയാലെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇൽനെസ് ആണ്. കാരണം എന്താ, ആരോഗ്യമുള്ള ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്, തുലം. അതിന് പറയുന്ന കാരണങ്ങൾ പലതാണ്. അതിൽ മേജറായിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഫുഡാണ്. ആ ക്വാളിറ്റി ഓഫ് ഫുഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വസ്തുക്കൾ നല്ല ക്വാളിറ്റി ആയതിനുള്ളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കോശങ്ങളൊക്കെ ഒന്നുകൂടി പുനർജനിക്കുന്ന സെല്ലുകളൊന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കും. അപ്പോൾ ഡീജനറേഷൻ പറയുന്ന ഇന്ന് കാണുന്ന ജീവിത ശൈലി രോഗങ്ങൾ പറയുന്നത് മുഴുവനായിട്ടും ഒരു 80-90% വരെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, ഇല്ലാണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും സാധിക്കുന്നുണ്ടാവും. ഈ സന്ദേശം നമ്മൾ സ്വയം ഏറ്റെടുക്കുക, അത് സ്വയം പ്രവർത്തിച്ചു നോക്കുക. നമ്മൾക്ക് ഉപയോഗപ്പെടുന്ന വസ്തുക്കളാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യുക. അതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മൊത്തം മാറുന്നുണ്ടാവും. എന്തായാലും കാരണം പറഞ്ഞാൽ ഇന്ന് വരെ പണക്കാരൻ എന്നും വലിയ പണക്കാരനാവുന്ന സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകൾ വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഭൂരിപക്ഷമായിട്ടുള്ളത്. അത് മാറി ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കൂട്ടാൻ ഏറ്റവും ഉചിതമായ മാർഗമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് പോലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രമാത്രം വലിയൊരു ഗ്രോത്ത് ആണ് വരുന്ന 5 വർഷം കൊണ്ടുള്ളത്. അപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യണം, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെങ്കിൽ മാക്സിമം സമയം നിങ്ങൾ വിട്ടുപോകാതെ നിൽക്കേണ്ട കാലം 5 വർഷമാണ്. ഈ 5 വർഷത്തിൽ നമ്മളൊരു ദർശനത്തിന് അമ്പലങ്ങളിൽ പോകുമ്പോഴുള്ള തിരക്കുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളൊരു സൈഡ് മാറി നിന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ തന്നെ നിൽക്കും, ശരിയല്ലേ? സത്യത്തില്
ഈ തിരക്കിന്റെ കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ പറഞ്ഞ ദർശനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതുപോലെയുള്ള ഒരു വലിയ ഒഴുക്കിലാണ് ഇന്ന് വെസ്റ്റേജ് ഉള്ളത്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ലീഡേഴ്സ് എന്ത് പറയുന്നു അത് 100% ഫോളോ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. അതിന് മാറാൻ വേണ്ടി കുറെ ആളുകളെ പ്രേരിപ്പിക്കുക, അവരിലൂടെ വളരുക. അങ്ങനെ ഈ സന്ദേശം വഹിക്കുന്ന ആളുകൾ എല്ലാവരും വരുന്ന 5 വർഷം കൊണ്ട് റിച്ച് ആൻഡ് ഫേമസ് കാറ്റഗറിയിൽ വരും. ഇന്ന് നമ്മൾക്കറിയാം, ഇന്ന് പരസ്യ മേഖലയിലേക്ക് കടന്നു വരാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. എന്താ കാരണം? നമ്മളാർക്കും അറിയില്ല. ശരിയല്ലേ? ശരിയാണോ? നമ്മൾ കൊണ്ടുപോയി ഒരു പ്രൊഡക്റ്റിനെ പരസ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന യാതൊരു ഉറപ്പില്ല. കാരണം എന്നെ നിങ്ങളെ കാണുന്നത് ഇപ്പോഴാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഐശ്വര്യ റായിയോ ഷാറുഖ് ഖാനോ അതുപോലുള്ള സ്റ്റാറുകൾ വന്നാലോ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയും. ആ അറിയുന്നത് മുതലാക്കിക്കൊണ്ടാണ് ഇന്ന് പരസ്യ കമ്പനികൾ വലിയ സെലിബ്രിറ്റീസിനെ ചൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഇതിന്റെ ഭാരവാഹികളാണോ അല്ലെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കളാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ബ്രാൻഡ് 100-100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഇത് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങളുടെ വളർച്ച വരുന്നൊക്കെ പറയുന്ന ആള് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചാൽ അങ്ങനെ സാധ്യതയില്ല. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിന്റെ മൊത്തം വിതരണാവകാശം ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് വെസ്റ്റേജ് നമുക്ക് പതിച്ചു തരുന്നു, 1 രൂപ പോലും ചെലവില്ലാതെ. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളുടെ പരസ്യത്തിന് നമ്മൾ ഇറങ്ങണം. ആരോടെ പറയുന്നത്? നമ്മുടെ അയൽവാസികളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരോടും. ഇത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവരും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കും. ഈ കൂട്ടായ്മയാണ് 5 കോടിയിൽ നിന്ന് 2300 കോടിയിലേക്ക് വെസ്റ്റേജിൽ എത്തിച്ചെങ്കിൽ വരുന്ന 5 വർഷം കൊണ്ടത് 20,000 കോടിയിലേക്കുള്ള യാത്രയാണ്. ഇന്ന് എന്ത് പറയുന്നുണ്ടോ അതിൽ 10 ഇരട്ടി. അപ്പൊ ഇന്ന് ആര് 10 രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ ചുരുങ്ങിയത് ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാനും ഇത് തുടങ്ങുമ്പോൾ 129 രൂപ കിട്ടിയ ആളാണ്. പതുക്കെ കുറച്ച് കുടുംബങ്ങളുള്ളതുകൊണ്ടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നോക്കി. കുറെ ആളുകൾ ഇത് വേണമെന്ന് പറഞ്ഞു, ചില ആളുകൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുക, വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ടാവും. അത് എത്ര കൂട്ടണോ അതിനനുസരിച്ച് നമുക്ക് വളർച്ച ഉണ്ടാവും. അതിന് നമ്മൾക്ക് അയ്യോ ഞാനൊരു 10 ആളെ സെലക്ട് ചെയ്തു, 9 ആൾ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ മാറ്റം നമ്മൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വെസ്റ്റേജ് അടിച്ചു കയറി പോണ്ടാവും. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ടാവും. ഏതൊരു കാര്യത്തിൽ എടുത്തു നോക്കിയാലും ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ പെയിൻ സഹിച്ചിട്ടുണ്ട്. ആ പെയിൻ എന്ന് പറയുന്നത് ഇത് ആളുകളോട് പറയലാണ്. അത് പറയൽ എപ്പോൾ നിർത്തിയോ നമ്മുടെ ബിസിനസ് നിന്നു. പറയൽ എന്ന് നടന്നുകൊണ്ടിരിക്കണോ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യും. എല്ലാവർക്കും വളരാൻ പറ്റും. കാരണം ഇതിൽ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നമല്ല, അതുപോലെ തന്നെ നമ്മുടെ കുടുംബമഹിമ പ്രശ്നമല്ല. ഏത് തരത്തിലുള്ള ഒരു കുടുംബം നമ്മൾ വാർത്തെടുക്കണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത് എത്താൻ പറ്റും. കാരണം അങ്ങനത്തെ ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി കോയമ്പത്തൂർ പങ്കെടുത്തത് 1ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളുടെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവോ? 1ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ 200 രൂപ കൊടുത്തിട്ട് അയാളുടെ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് 7 ലക്ഷത്തിന് മുകളിൽ റെഗുലർ ഇൻകം വാങ്ങുന്ന ഒരാളുടെ ജീവിത എക്സ്പീരിയൻസ് കേൾക്കാനാണ് ഞങ്ങൾ പോയത്. നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ധാരാളം ഉണ്ടാവും. പല പെയിനും സഹിക്കുന്നവരുണ്ടാവും. നമ്മളൊക്കെ അതുപോലെയുള്ള ആളുകളായിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു വലിയ മഹത്തരമായ ദൈവിക പദ്ധതിയാണ്. ഇതിലേക്ക് ഭാഗമാവുക, എല്ലാവർക്കും കൂടുതൽ നല്ല സന്ദേശങ്ങൾ എത്തിക്കുന്ന ആളുകളായിട്ട് മാറുക. ഇതിനുള്ള ഒരുക്കി തന്ന മനു സാറിന് നല്ലൊരു താങ്ക്സ് പറയാം. കാരണം അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രവൃത്തി, കാരണം കോവിഡ് വരെ ഇളകാതെ നിന്നിരുന്ന ഒരു മനുഷ്യൻ കോവിഡ് വന്നപ്പോ വളരെ വലിയ എമർജിംഗ് ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളായി മാറി. സത്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു എന്താണ് പറഞ്ഞ അസറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു മുതലാണ് മനു സാർ. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുത്തു. പക്ഷെ ലീഡർഷിപ്പിന് വേണ്ടി ഇവിടെ ആകെ വന്നിട്ടുള്ളത് മനു സാർ. ഞാൻ 2 തവണ വന്നെന്ന് വിചാരിച്ചു, സത്യത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടോ അദ്ദേഹത്തിനെ കാണാനും ഈ ഇവിടെയുള്ള അടുത്തുള്ള ഓഫീസ് പരിചയപ്പെടുത്താനും വീട്ടിലൊന്ന് പോയി കാണാനും വേണ്ടി 1 തവണയെ വന്നിട്ടുള്ളൂ. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലീഡേഴ്സ് എത്ര തവണ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എനിക്കിത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും വാരി തരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് വളർച്ച ഉണ്ടാവില്ല. നമ്മൾ സ്വയം എടുത്ത് കഴിക്കുന്ന ഒരു സാഹചര്യം എന്തുണ്ടാവണോ അന്ന് മുതൽ നമുക്ക് വളരെ വലിയ വളർച്ചകൾ ഈ ബിസിനസ് തരും. കാരണം ഇതിൽ ചെയ്യാനൊന്നുമില്ല, ആകെ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക,
മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഉപയോഗിച്ച വസ്തുക്കൾ പറഞ്ഞു കൊടുക്കാൻ ആർക്കും ശങ്ക വേണ്ട. വേണോ സാറേ? ഞാൻ ഈ സോപ്പ് തേച്ച് കുളിച്ചു എന്ന് പറഞ്ഞിട്ട് കാപട്യത്തിൽ പറയുന്നതാണോ നല്ലത്, മനസ്സിൽ തട്ടി പറയണതാണോ നല്ലത്? അല്ലെ? ആ ഡ്യൂട്ടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ധൈര്യമായിട്ട് പറയാ, ഇന്ന് ഞങ്ങൾ ലോഡ്ജ് റൂമിൽ താമസിച്ച അവിടുന്ന് പേസ്റ്റും ബ്രഷും നമ്മളുടെ വെസ്റ്റേജിന്റെ ആയിരുന്നു, കുളിക്കുന്ന സോപ്പ് അതിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടുക. അപ്പൊ ഇത്തരം തന്നെയാണ്. കാരണം പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യാത്ത ഒരു മനുഷ്യന് നമ്മുടെ സമൂഹത്തിലില്ല, അല്ലെ? അപ്പൊ ആർക്ക് ബിസിനസ് പറ്റും? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും, പുറത്ത് നടക്കുന്ന ആളുകൾക്കും പറ്റും. വേണം വേണ്ട രണ്ട് വാക്കുകൾ കേൾക്കാം, വേണ്ട എന്നുള്ളത് കൂടുതൽ കേൾക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക. എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. വിഷുവൽ. താങ്ക് യു. ഇന്ന് സുബിദാർ മേജർ ഓണററി ലെഫ്റ്റനന്റ് പൊസിഷനിലിരിക്കുന്ന രാജശേഖരൻ സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ് എവരിബഡി. ഈ വെസ്റ്റേജിന്റെ ബിസിനസിനെ കുറിച്ച് ഒതന്റിക് ആയിട്ട് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഇവരുടെ ഒക്കെ ശിക്ഷനാണ്. ഞാൻ ഇന്ന് വയസ്സിൽ എന്തൊക്കെയാണ് ഈ പോസ്റ്ററിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ബിസിനസിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അത് ചേർന്നു. ആസ് പെർ പ്രോട്ടോകോൾ ഞാൻ ചേരാൻ പാടില്ല. ഞാൻ പെൻഷന്റെ എഡ്ജിലാണ്. സൂപ്പർവിഷൻ എന്നാലും എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മനുവിന്റെ അപ്ലൈൻ ആയിട്ടുള്ള യൂനുസ് സാറിന്റെയും മിസ്റ്റർ സാലി വീഡിയോഗ്രാഫിയിൽ നിൽക്കുകയാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കില്ല, പുള്ളി കുലിയാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ ഈ ക്ലാസ്സുകൾ ഞാൻ നിരന്തരം എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ എന്റെ റൂമിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ അറിവ് ഇതിനേക്കാൾ ഉപരി ബിസിനസിനെ കുറിച്ച് സാറിത പറഞ്ഞു. ഈ സാറ് പറഞ്ഞിട്ടുണ്ട് അനുഭവം. കേരളത്തിൽ ഇതിന്റെ ചലനം ഉണ്ടാകാത്ത കാലത്ത് നേരിട്ട ബുദ്ധിമുട്ട് ബാബുസാർ പറഞ്ഞു. എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സൈന്യത്തിൽ 34 വർഷം സർവീസ് ഞാനിതാ ചെയ്ത് പെൻഷന്റെ പക്കിലെത്തി. ഒരുപാട് അസുഖങ്ങൾ കൂടെ കൊണ്ടു നടന്ന ആളായിരുന്നു ഞാൻ. കാരണം ഇൻഫൻട്രിയാണ്, അത്രയും ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുറത്തു വന്ന ടീമുകളാണ് എന്റെ വലതുഭാഗത്തിലേക്ക്. ഒരുപാട് കാലം കൊണ്ട് കൊളസ്ട്രോൾ ആൻഡ് BP ഇത് രണ്ടും എല്ലാ വർഷവും സൈന്യത്തിൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു മെഡിക്കൽ ഫിറ്റ് ആകണം. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ ഫിറ്റ് ആയി ഇരുന്നാലേ സർവീസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ അനുവദിക്കുള്ളൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ടെസ്റ്റ് ചെയ്യുന്ന ലേബർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അവർ ആരെങ്കിലും കാല് പിടിച്ച് ഞാൻ അങ്ങനെ ഫിറ്റാക്കി അങ്ങനെ പോവുകയായിരുന്നു. വണ്ടി ഓടിച്ചു വരികയായിരുന്നു. എന്ന് ഞാൻ വെസ്റ്റീജിനായി ഈ വെസ്റ്റീജിൽ ജോയിൻ ചെയ്തു. ഈ വർഷം അതായത് 2020 ജൂണിൽ ഞാൻ ജോയിൻ ചെയ്തു. ജൂലൈ 1 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മെസ്സിലും എന്റെ വീട്ടിലും എന്റെ കുടുംബാംഗങ്ങളും, എന്റെ 2 പെൺമക്കളാണ്, മൂത്തവൾ കല്യാണം കഴിച്ചു ഈ സിറ്റി തന്നെ ഉണ്ട്. അവൾക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഈ സംരംഭത്തിൽ ചേർന്നത്. അപ്പോ ഈ ഇവരുടെയൊക്കെ വീടുകളിലും എന്റെ ഒരു ബന്ധു കൂടെ മതം ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചു തുടങ്ങി. ഈ നമ്മുടെ ഒരു മെയിൻ ഐറ്റമാണ് റൈസ് ബ്രാൻഡ്. ഈ ഓയിൽ മാത്രം ഉപയോഗിച്ച് ഉള്ള ഫുഡ് ആണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. 6 മാസം കഴിച്ചു. അതിനുശേഷം എന്റെ പെൻഷൻ മെഡിക്കലിന് വേണ്ടി ഞാൻ പോയി. ഞാൻ അതിന്റെ റിസൾട്ട് കൊണ്ട് എനിക്ക് അത് സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. റിസൾട്ട് അത്രയും ഞാൻ എന്റെ കൊളസ്ട്രോൾ കുറഞ്ഞ് വളരെ നോർമലായി 300 ആയിരുന്നു എന്റെ കൊളസ്ട്രോൾ. 177-ലെത്തി. എന്റെ BP ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് ഈ മെഷീനൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകുമല്ലോ എന്ന് ചോദിച്ചു. 156, 114 അല്ലെങ്കിൽ 120 ഈ കണക്കാണ് എന്റെ BP. ഒരു പ്രാവശ്യം ഒരു ഡോക്ടറുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടു പോയി. ഞാൻ ദുരികെന്ന് വിചാരിച്ചു, സർവീസ് അന്ന് തീരുമെന്ന് വിചാരിച്ചു. 24 മണിക്കൂർ എന്റെ ദേഹത്ത് ആ മെഷീനൊക്കെ കെട്ടിവെച്ച് അതിന്റെ റാൻഡം ചെക്കൊക്കെ നടത്തി. അതിൽ ഏതോ 1-2 റീഡിംഗ് ഞാൻ രക്ഷപ്പെട്ട കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്റെ പെൻഷൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മെഡിക്കൽ ചെയ്തപ്പോൾ എന്റെ റിസൾട്ട് ഇതായിരുന്നു. വളരെ നോർമൽ 128/74 BP. ഞാൻ എന്റെ കള്ളം പറയാൻ പൊതുവെ അറിയില്ല സർവീസിൽ. ഡോക്ടറോട് പറഞ്ഞു, സർ ഐ കാൻ ബിലീവ് ദിസ് റിസൾട്ട്, സോ പ്ലീസ് ഗെറ്റ് മീ വൺ മോർ ചാൻസ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സർ ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്, എങ്ങനെയോ ഞാൻ ഇവിടെ വരെ വന്നെത്തി. ഇന്ന് ഇത്രയും സഡനായിട്ട് ഈ റിസൾട്ട് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാൻ ശാല ബുദ്ധിമുട്ടുണ്ട്.
ശരി, ആഫ്റ്റർ 1 വീക്ക് മോർ ചെക്ക് അയാൾ എഴുതി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി, സെയിം ഇതേ റിസൾട്ട് കിട്ടി. ഞാൻ അന്ന് മനുവിനെ വിളിച്ച് പറഞ്ഞു, മനു, ഏത് കുടുംബം, ഏത് ആൾക്കാർ വ്യക്തിപരമായോ കുടുംബപരമായോ സാമൂഹികമായിട്ടുള്ള ഓർഗനൈസേഷൻ ഹോട്ടലിലോ എവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു, അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നവർക്കും അതിന്റെ പാത്രമാകുന്നവർക്കും അതിനോട് ഇടപെടുന്നവർക്കും ഒക്കെ നല്ലതേ ഉണ്ടാവുന്നു. ഒരു വൈദ്യശാസ്ത്രത്തിന് നമ്മൾ പോയി അടിയറ പറയാത്ത ആവശ്യം വരില്ല. അത്രയും വേൾഡ് ക്ലാസ്, അത്രയും ഭംഗിയായിട്ട് 100% വിശ്വസിച്ച് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. ഞാൻ ഒരേ ഒരു പ്രോഡക്റ്റിന്റെ കാര്യമേ പറഞ്ഞോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഈ ക്ലാസ്സുകൾ, ദിവസവും വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ സ്വയം ഒരു ഡോക്ടറായി മാറാനും കഴിയും. അലോപ്പതി ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് ഈ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് അവരെ കാണാതെ ഏതെങ്കിലും സർജറീസ് ആൻഡ് ലേബർ ടെസ്റ്റിന് മാത്രം നിങ്ങൾക്ക് അവരടുത്ത് പോകാൻ ആവശ്യം വന്നാലേ വരുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത്രയും സുന്ദരമായ ഹെൽത്ത് സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ്, പിന്നെ FMC, നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമബിൾ ഗുഡ്സ്, അതായത് നിത്യ ഉപയോഗ. സാറിനിപ്പോ പറഞ്ഞു ലോഡ്ജില് അത് ആരും കൊണ്ട് വെച്ചതുപോലും അറിയില്ല, അവിടെയും വെസ്റ്റ് ചെയ്തിട്ട് സാറിന് കിട്ടി. സാറിന് രാവിലെ റെഡിയാവാൻ അപ്പോൾ ആത്മസംതൃപ്തിയോടുകൂടിയാണ് രാവിലെ തയ്യാറായിട്ട് കൊണ്ട് വന്നത്. അപ്പോ ഇത്രയും ഈ രീതിയിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വെസ്റ്റീജ് എന്നുള്ള സംരംഭത്തിൽ അംഗമാകാൻ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമായി. ഒരു സംശയവും, ഞാൻ എന്റെ മൊത്തം കുടുംബത്തെയും ഈ വെസ്റ്റീജ് സിസ്റ്റത്തിലേക്ക് കൊണ്ടു. നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പ്രവർത്തിക്കുക, ബിസിനസ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ എടുക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ദീർഘായുസ്സോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക നില തകരാതെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിച്ചിരിക്കും. ഈ കൂട്ടത്തിൽ ഇന്നലെ ഞാനൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒരു വാക്ക്, 1-2 പേർക്ക് ജോയിൻ ചെയ്തു. എന്നാൽ സാധനം വാങ്ങണമല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. വൈഫിന്റെ ഒരു ഓപ്പറേഷൻ എന്തോ ചികിത്സയ്ക്ക് വേണ്ടി ഇത്ര 1000 രൂപ ചെലവാക്കി. ഞാൻ പറഞ്ഞു, ഇതാണ് സാധാരണപ്പെട്ടവൻ ഇതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇച്ചിരി പ്രയാസമാണ്. ഉൾക്കൊണ്ടാൽ അവൻ രക്ഷപ്പെട്ടു. കാരണം അങ്ങനെ വൈദ്യശാസ്ത്രത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രത്തിന് അടിമപ്പെട്ട് ഉള്ള സാമ്പത്തികമെല്ലാം അവിടെ കൊണ്ട് കൊടുക്കുകയും അല്ലെങ്കിൽ കുടുംബം എഴുതി വിട്ട് അല്ലെങ്കിൽ വസ്തു ഉണ്ടെങ്കിൽ അത് എഴുതി വിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ എടുത്ത് ആ ചികിത്സ ചെയ്യേണ്ട ഒരു ആവശ്യം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ്, ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് അറിവുള്ളവർ ഒത്തിരി പേരുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ മിസ്റ്റർ സാലി, മനുവിനൊക്കെ വിളിച്ച്, നമ്മുടെ ഡോക്ടർ ജോൺ സാറിനായിട്ട് വിളിച്ച് ഞാൻ പല സംശയങ്ങൾ കേട്ടിട്ട് എനിക്ക് ഇതിൽ നമ്മുടെ തന്നെ ഈ ഹെൽത്ത് സപ്ലിമെന്റിൽ ഏതാണ് സൂട്ടബിൾ, ഇന്നതാണ് അസുഖം, ഇന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഈവൻ മൈഗ്രെയിന് പോലും, മൈഗ്രെയിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, മൈഗ്രെയിന് ഒരുമാതിരിപ്പെട്ട ഒരു ചികിത്സയും ഒരിടത്തും ഇല്ല. വരും മാസത്തിൽ 1-2 പ്രാവശ്യം തലവേദന വരും, തലയുടെ ഒരു ഭാഗത്തായിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ജീവിതകാലം മുഴുവൻ ഈ തലവേദനയോട് കൂടി തന്നെ പോകും. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഒരു മരുന്ന് അനുശാസിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല. പക്ഷെ എന്നാൽ എന്റെ ജോൺ സാർ എനിക്ക് പറഞ്ഞു തന്നു, സാർ ഇതിന്റെ ഒക്കെ കംപ്ലൈന്റ് നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കൂടുമ്പോഴാണ് ഈ മൈഗ്രെയിൻ ചെറിയ അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പുറത്തോട്ട് കാണിക്കുന്നത്. നമുക്ക് ടോക്സിൻസ് ക്ലിയർ ചെയ്താൽ മതി. ടോക്സിക്ലീൻ റെഗുലറായിട്ട് കഴിപ്പിക്കും, 3 മാസം കഴിപ്പിക്കും. അങ്ങനെ ഞാൻ എന്റെ ഒരു സബോർഡിനേറ്റിന് ഈ മരുന്ന് വാങ്ങിക്കൊടുത്ത് ഇതേ എണ്ണയും അവരുടെ കുടുംബത്തിൽ എങ്ങനെ നിത്യമായി ഉപയോഗിച്ചിരുന്ന് മൈഗ്രെയിൻ അവർക്ക് ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, തലവേദന അത്രയില്ല, പഴയതുപോലെ ഒന്നും വരുന്നില്ല. വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടി. അപ്പൊ നമുക്കൊരു വൈദ്യരായി മാറാം ഇതിൽ നിന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സംരംഭത്തിനെ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ എവിടെയെല്ലാം എത്രത്തോളം പരിധിയില്ലാത്ത നമ്മുടെ ഇൻഫ്ലുവൻസ് ഏരിയ അങ്ങനെയുള്ള ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. നല്ലൊരു ഭാഗ്യം, നല്ലൊരു ആരോഗ്യം, മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. നമ്മുടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശേഷിച്ച് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാ ലീഡേഴ്സിനും. ഇത് മിസ്റ്റർ മനുവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്തെന്ന് പറഞ്ഞാൽ
വളരെ വയസ്സാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ സ്റ്റാച്യൂലാണെങ്കിലും ഭാഗത്ത് ഏറ്റവും കൂടുതൽ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കഴക്കൂട്ടം. അതായത് ഏറ്റവും കൂടുതൽ മണി ഫ്ലോ നടക്കാൻ പോകുന്ന ഈ പ്രദേശത്താണ് അപ്പോൾ ഇനി കൂടുതലായിരിക്കും. ഇനി അഥവാ വിഴിഞ്ഞം പോലും അതിന്റെ പൂർണ്ണ രീതിയിൽ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാലും അതിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളോ കൂടുതൽ തന്നെ ആയിരിക്കും. അതായത് ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നത് ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ താമസിക്കുന്നുണ്ടായിരിക്കാൻ സംഭവിച്ചു. എന്തായിരുന്നാലും അത് നമുക്കെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞതിന് മിസ്റ്റർ മനുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മറ്റുള്ള സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മനു ഈ സ്റ്റോക്ക് പോയിന്റ് തുടങ്ങിയിരിക്കുന്നത് ഒരു സ്റ്റോക്ക് പോയിന്റ് നടത്തിക്കൊണ്ട് പോകുക എന്നതിനേക്കാൾ ഉപരി സ്വന്തം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് തന്നെ നല്ല ഇതൊക്കെ നമ്മളും മനസ്സിലാക്കിയെടുക്കേണ്ട തീരുമാനങ്ങളാണ്. നമ്മൾ ശരിക്കും ഒരു നെറ്റ്വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം കേന്ദ്രീകരിച്ച ഒരു സ്റ്റോക്ക് പോയിന്റ്, ഇന്നിപ്പം ഓരോ 8 കിലോമീറ്ററും കേരളത്തിൽ സ്റ്റോക്ക് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യം നമ്മളെല്ലാം പ്രയോജനപ്പെടുത്തുക. നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് 8 കിലോമീറ്ററിന് അകത്തൊരു സ്റ്റോക്ക് പോയിന്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും അതും കൂടെ വിഷ്വലൈസ് ചെയ്യാൻ ഡ്രീം ചെയ്യുകയൊക്കെ ചെയ്തു തുടങ്ങുക. നമ്മളെല്ലാം ഡ്രീം ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പം എന്തുകൊണ്ടും ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഇവിടെ ഒരു സ്റ്റോക്ക് പോയിന്റ് തുടങ്ങി അത് മൊത്തത്തിൽ എല്ലാവരും വളർച്ചയ്ക്ക് സഹായിക്കാണ്. മനുവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുന്ന പ്രത്യേക അഭിനന്ദനമുണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വാസ്തവത്തിൽ യൂട്യൂബിലൂടെ ആണ് പരിചയം വിസ്റ്റേജ് ആർമിയെ കുറിച്ച്. കാര്യം ഈ മിസ്റ്റർ സാഹിത്യം മിക്കവാറും കേൾക്കാറുണ്ട്, പക്ഷെ എന്നെ ആദ്യമായിട്ട് കാണാനുള്ള അവസരം കിട്ടി. എന്നു പറഞ്ഞാല് ഈ ആർമി എന്നുള്ളതൊക്കെ ഞാൻ കരുതിയ ഒരു ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം എന്ന രീതിയിലാണ് പേരിട്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥ ആർമി തന്നെയാണെന്നുള്ളത്. ഈ ആർമി എന്ന് പദം കേൾക്കുമ്പോൾ എന്റെ ശരീരത്തിലെ ചോറും ആർമിയുടെ ചോറും, എന്റെ ഫാദറും പട്ടാളക്കാരനായിരുന്നു, എന്റെ ജ്യേഷ്ഠനും എന്റെ അളിയനും എല്ലാം പട്ടാളക്കാരായിരുന്നു. ഇപ്പൊ ഒരു പട്ടാള ഫാമിലി എന്ന് അറിയാൻ വന്നത്. അതുകൊണ്ട് പട്ടാളക്കാരെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിനകത്ത് പ്രത്യേകിച്ച് റെസ്പെക്ട് വരാറുണ്ട്. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാല് ഇന്ന് കേരളത്തില് വളരെ, അല്ലെങ്കിൽ വെസ്റ്റീജിൽ തന്നെ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് വെസ്റ്റീജ് ആർമി എന്ന ടീം. യൂട്യൂബിലുള്ള എക്സ്പീരിയൻസ് ആണ്. കാര്യം എല്ലാ മാസവും ഒരു 2-ാം തീയതി 3-ാം തീയതി ഈ മാസത്തെ ഓഫറുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ പല കാര്യങ്ങൾക്കും സെർച്ച് ചെയ്യുന്ന വെസ്റ്റീജ് ആർമിയിലാണ് പല ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അറിയേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും അവർ ലോഡ് ചെയ്യാറുണ്ട്. അതും നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു പട്ടാള ചിട്ടയോട് കൂടി പ്രവർത്തിക്കുന്ന വെറും ഒരു ടീമാണ് വെസ്റ്റീജ് ആർമി. ഈ വെസ്റ്റീജ് ആർമിയുടെ ട്രിവാൻഡ്രത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. അത് എന്നെ മനസ്സിനെ ഒത്തിരി ആഹ്ലാദം ജനിപ്പിക്കുന്നുണ്ട്. ആ സാന്നിധ്യം വെസ്റ്റീജിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. കാരണം നമ്മൾ വെസ്റ്റീജിന്റെ മൊത്തത്തിലുള്ള വളർച്ചയിലാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാ ഇൻകവും നമ്മുടെ എല്ലാ ഫണ്ടും വെസ്റ്റീജിന് മൊത്തത്തിൽ വരുന്ന ബിസിനസ്സിനാണ്. അപ്പം ടീമുകൾ ഏതായിരുന്നാൽ പോലും അതൊരു വെസ്റ്റീജിനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒന്നാണ്, വി ആർ വൺ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ ഒരു വെസ്റ്റീജ് ആർമിയുടെ ഇവിടുത്തെ സാന്നിധ്യം അത് കാണുന്നതിനും അപ്പൊ ആ വെസ്റ്റീജ് ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട്. വെസ്റ്റേജിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ഓരോ ലീഡേഴ്സും സംസാരിക്കുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നു. അത് എന്തായാലും ഇതിനെ വളരെ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത്, അതായത് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം കാണിച്ചുകൊണ്ട് ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന, ഇപ്പം രണ്ടാഴ്ച ആയില്ല നെടുമങ്ങാട് സ്റ്റോപ്പ് പോയിന്റ് വന്നു. ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ സ്റ്റോപ്പ് പോയിന്റുകൾ വന്നു കഴിഞ്ഞു, ഇനിയും വരാനിരിക്കുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനി വരാൻ പോകുന്നവർക്ക് ഇന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുടെ പിന്നിലാണ്. അപ്പൊ കൂടുതൽ മുന്നിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇടയാകട്ടെ. അത് നമ്മളെ അത് പ്രചോദിപ്പിക്കട്ടെ എന്ന ആശംസ നിർത്തുകയാണ്. ഒരിക്കൽ കൂടെ മനുവിന് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പാലക്കാട് വന്ന വെസ്റ്റീജ് ആർമി ലീഡേഴ്സ് അതുപോലെ തന്നെ ഇത് ആരംഭിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മനസ്സിലാക്കി എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെസ്റ്റീജ് ആർമി എന്ന് പറയുന്ന ഒരു ടീം വളരെ സുപരിചിതമാണ് വെസ്റ്റീജ് ഹിൽസിൻ്റെ ഇടയിൽ. മുഹമ്മദ് സാരിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ആക്ച്വലി വെസ്റ്റീജ് അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൂടെയാണ് ആക്ച്വലി ഞാൻ ഇതിലേക്ക് കൂടുതൽ വെസ്റ്റീജ് ആർമിയെ
എന്ന് പറയുന്നൊരു ടീമുണ്ടെന്ന് ഓർഗനൈസറാണ്. അതുപോലെ തന്നെ ഡയറക്ടർ യൂണിസാറിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ നല്ലതാണ്. ഇന്ന് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ കഴക്കൂട്ടത്തെ ഈ വെസ്റ്റീജ് ഓഫീസ് ഒരു തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലുടനീളം, കാരണം സ്ട്രാറ്റജിക്കലി ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. ഇന്ന് കേരളത്തിൻ്റെ തന്നെ IT ക്യാപിറ്റലിൽ നിന്ന് കഴക്കൂട്ടം ആ രീതിയിലൊക്കെ ഗ്ലോബലി തന്നെ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. ഒരു ചുരുങ്ങിയ ഒരു 10 വർഷം കൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് കഴക്കൂട്ടം. ആ രീതിയിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ നോർത്ത് റോഡ് നോക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തേ ഉള്ളൂ. ഞാനും എല്ലാം വളരെ ഒരുപാട് ഈ പ്രോഡക്ട്സ് ഇവിടെ നിന്ന് എടുത്ത് പല ഏരിയസിലേക്ക് കൊണ്ടുപോയി കൊടുത്തൊക്കെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് മനസ്സിലാക്കാൻ ഞാൻ കാണാനിടയായി. ഇപ്പോൾ സ്റ്റോപ്പ് പോയിന്റിൽ വെച്ച് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് പോയിന്റ് വരുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നു വളരെ സന്തോഷം തോന്നി. സംസാരിച്ചപ്പോൾ ബിസിനസ് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സാറിന് കൊടുത്ത ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോക്ക് പോയിന്റ് വളരെ ക്രിട്ടിക്കലാണ്. സ്റ്റോക്ക് പോയിന്റുകൾ കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സ്റ്റോക്കിസ്റ്റിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് പോയിന്റിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡബിൾ കൗണ്ട് ഡയറക്ടർ ആയിട്ടുള്ള നോയൽ ജോർജ്, അദ്ദേഹം ഒരു സ്റ്റോക്കിസ്റ്റ് ആണ്. അതുപോലെ ആ സ്റ്റോക്കിസ്റ്റിനെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റവന്യൂ അദ്ദേഹത്തിന് വെസ്റ്റീജിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിലേക്ക് കിട്ടും. ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോക്കസ് നമ്മൾ കൊടുക്കണം. ആ രീതിയിലാണ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. പോത്തൻകോട് എന്നൊക്കെ ഏരിയ എന്നുള്ള വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാർ അവിടെ നിന്ന് കരമന വന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിനൊക്കെ അങ്ങനെയാണ് എനിക്ക് പരിചയം. അവരെല്ലാം അവിടെ വന്ന് ഈ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി അവർക്കൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആക്ച്വലി ഈ സ്റ്റോക്ക് പോയിന്റ് വന്നത്. നമുക്ക് ഏവർക്കും ആക്ച്വലി ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ സ്റ്റോക്ക് പോയിന്റുകൾ വരുന്നത് വളരെ നല്ലതാണ്. കാരണം കമ്പനി എല്ലാ മാസവും പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബെസ്റ്റ് ഡീൽസ് ഏത് സമയം കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ബെസ്റ്റ് ഡീൽസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഞാൻ ആക്ച്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വ്യക്തി ഒരു ബിസിനസ് ജോയിൻ ചെയ്തു, 15 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ മാസ വരുമാനം 29 ലക്ഷം രൂപയിലേക്ക് കുതിക്കാനായിട്ട് അദ്ദേഹം സാധിച്ചതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ റീച്ച്, അദ്ദേഹം യൂട്യൂബിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. 2 ഈ പറയുന്ന വെസ്റ്റീജിന്റെ റീച്ച്, വെസ്റ്റീജിന്റെ 8 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമെങ്കിൽ അറിയാവുന്നവർക്ക് വളരെ ഈസിയാണ് ആക്ച്വലി ഇന്ന് ഈ ബിസിനസ്. അപ്പൊ ഏത് രീതിയിലും ഈ ബിസിനസിനെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ഇന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. നോക്കി, ഞാൻ ആക്ച്വലി നമ്മുടെ വാഹനത്തിൽ ഒഴിക്കുന്ന, അതായത് എഞ്ചിൻ ഓയിലിനെ മിക്സ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഗുണങ്ങളും അഡ്വാൻറ്റേജും ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മുഹമ്മദ് സാലിയുടെ വീഡിയോയിലൂടെ. ഞാൻ അത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർക്ക് ഞാൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ സെൻ കാർഡ് ആദ്യം ഉപയോഗിച്ചു. സെൻ കാർഡ് അദ്ദേഹം യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അത് നല്ല പെർഫോമൻസ് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ മെക്കാനിക്കിനോട് പറഞ്ഞ് വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സംഭവം കൊള്ളാം, നല്ല വ്യത്യാസമുണ്ട്, കാരണം സൗണ്ട് ഇല്ല, ഫ്യൂൽ എഫിഷ്യൻസി കൂടി, ഒരുപാട് അഡ്വാൻറ്റേജസ് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുതിയ ഹോണ്ട അമേസിൽ, ഈ ചിലർക്ക് പുതിയ കാറിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഭയം ഉണ്ടാവും, പക്ഷെ അദ്ദേഹം അത് ട്രൈ ചെയ്തു. ഹോണ്ട അമേസിൽ ആ സാധനം യൂസ് ചെയ്തു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ അദ്ദേഹത്തിന്റെ വീടിനവിടെ വണ്ടി കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഓഫ് ചെയ്യാതെ അദ്ദേഹം ഗേറ്റ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടിയിലെ ഒച്ച കേൾക്കാൻ സാധിക്കില്ല. ഇത് ഒഴിച്ചതിന് ശേഷം ഇത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തത് സൈലന്റ്, വണ്ടിയുടെ സൗണ്ട് എല്ലാം വളരെ ഹമ്മിങ് സൗണ്ട് കുറഞ്ഞു, വണ്ടിയുടെ മൈലേജ്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് ഇന്ന് വളരെ ഈസിയാണ്. ഇഷ്ടംമാതിരി ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഏത് പ്രോഡക്റ്റ് വെസ്റ്റീജിൽ നിന്ന് ഈ ട്രെയിനിങ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഈ കൊറോണ സമയത്ത് ഒരുപാട് വീഡിയോസ് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് ഇറങ്ങി. അപ്പൊ നമുക്കിന്ന് ഈ ബിസിനസ് ചെയ്യാനായിട്ടുള്ള അവസരം ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. only thing is that we have to develop our team. അതിന് വേണ്ടിയിട്ട് ഇന്ന് പല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
ഇന്ന് നമ്മുടെ ടൂള് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പുതിയ വെസ്റ്റീജ് പേ കമ്പനി കൊണ്ടുവരാണ് നമ്മൾ ഗൂഗിൾ പേ. അപ്പം അങ്ങനെ നമുക്ക് പോയിന്റ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിപ്പിക്കുന്നില്ല. എന്തായാലും എല്ലാവിധ ഐശ്വര്യവും ഈ സ്റ്റോക്ക് പോയിന്റ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ബിസിനസ്സിനെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ യൂണിസിനും സാറിൻ്റെ സംസാരമൊക്കെ വളരെ ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു. കാരണം പറയാനില്ല ഇനി വാക്കുകൾ. സത്യം പറഞ്ഞാൽ മനസ്സാറിന് 1000 നന്ദി. കാരണം നമ്മളിവിടെ നിന്ന് പെരുമാറായിട്ട് സാധനം എടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നൊക്കെ മാറ്റി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ടീം ഡെവലപ്പ് ചെയ്ത് വിജയിക്കാം പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഫസ്റ്റ് ഹസ്ബൻഡ് ആണെങ്കിലും ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, അപ്പൊ ഭാഷ കൂടി വർക്ക് ചെയ്തെങ്കിലും കൂടെ അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു ആഗ്രഹം വന്ന് കാപ്പണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ കാപ്പണ്ടി നമ്മൾ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡയമണ്ടിലോട്ട് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, തീവ്രമായ സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ സക്സസിൽ എത്തും എന്നതാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിന് വലിയ വിദ്യാഭ്യാസം, ഇവിടെ എല്ലാം വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എല്ലാവരും വിചാരിക്കും, ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും വിചാരിക്കും വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം പറ്റുന്ന ബിസിനസ് അല്ല. നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി എല്ലാ താഴെകളിൽ വരെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ആൾക്കാർ. നമുക്ക് എനർജിയാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു എന്താണ് അശോക് സാറാണ്. കാരണം അശോക് സാറിന്റെ വീട്ടിലാണൊക്കെ ചെടിയിലെ പണിയാണ് എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടാ. നമ്മൾ ഡയമണ്ട് ആയത് അതായത് എന്റെ ഹസ്ബൻഡ് ചെടിയിലെ വർക്കായിരുന്നു. അശോക് സാറിന്റെ വീട്ടിൽ ചെടിയിലെ പണിക്ക് പോയപ്പോ സാറിന് തോന്നി ഇതൊരു മുത്താണെന്ന് സാറിന് ഒപ്പം തന്നെ സാറ് വിട്ടില്ല. സാർ അങ്ങനെയാണ്, ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറ് അതിനെങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോക്കസ് ചെയ്ത് അവസാനം എന്നെയും കൂടി സാർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സാറിന് മനസ്സിലായി നമുക്ക് ഉള്ളില് നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും വെറുതെ കിട്ടിയ എല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലേ വരുള്ളൂ. ആര് ചുമ്മാ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ ഡയമണ്ട് ആവാം, സ്റ്റാർ ആവാം, ഒരു എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. ഞങ്ങൾ രാത്രി 12-1 മണിക്കും വർക്കിന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതിലെത്തിയത്. കാരണം നമ്മുടെ ടീമും പെരുമാറാൻ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കണക്കൂട്ടത്തിൽ ഒരു സ്റ്റോപ്പ് പോയിന്റ് വന്നോളൂ. കാരണം അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ അപ്പൊ എനിക്ക് മാത്രം ഞങ്ങൾ എല്ലാ അപ്ലൈനും ഉണ്ടായിരുന്നു. സാറ് പറയായിരുന്നു പിന്നെ ഒരു കടക്കൂട്ടത്ത് പറഞ്ഞുകൊണ്ട് തന്റെ ടീമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഞങ്ങൾ പിടിക്കുന്നവരൊക്കെ ഏകദേശം വരും, അങ്ങ് മാറും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ സാറ് പിന്നെ വൈ സാറാണ് പറഞ്ഞത് ഇവിടെ പിന്നെ ഞങ്ങൾ അപ്ലൈനാണ്. വൈ സാറ് ബാബു സാറ് ഇതെല്ലാം ഞങ്ങൾ അപ്ലൈനാണ്. അവരെയൊക്കെ ഒരു ത്യാഗമാണ് നമ്മൾ ഡയമണ്ട് ആയത്. അതിനെല്ലാം ഞങ്ങൾ ഈശ്വരനും സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പൊ ഈ സ്റ്റോക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് സാറിനും സാറിന്റെ വൈഫിനും എല്ലാം ഞാൻ നന്ദി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. ഇന്നത്തെ ഈ സുദിനത്തിന് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാവാനും ഇത്രയും ആൾക്കാരെ ഇതിൽ പങ്കെടുക്കാനും നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ഒരു കാരണക്കാരനുണ്ട്, സർവശക്തനായ ദൈവം തമ്പുരാൻ. അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു താങ്ക്സ്. ഞാനും ഒരു പട്ടാളക്കാരനായിരുന്നു. ഇതേപോലെ കുറച്ചു കാലം ജോലി ചെയ്ത് അവിടുന്ന് BRS എടുത്തു. അതിനുശേഷം ഒരു
മൾട്ടി നാഷണൽ കമ്പനിയിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരുടെയും കംഫർട്ട് സോൺ മാറ്റാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കരുതായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു സോഫ്റ്റ് കോർണർ. ആ സോഫ്റ്റ് കോർണർ പിടിച്ച് കാരണങ്ങളും ഒരുപാട് പരാതികളുമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. പക്ഷേ നമ്മളുടെ സോഫ്റ്റ് കോർണറിന് നമ്മൾ എന്ന് കംഫർട്ട് സോണിന് മാറി നമ്മൾ പുതിയൊരു കുറച്ച് സ്ട്രഗിൾ ചെയ്യാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമായിട്ട് പ്രവർത്തിക്കാനും നിന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനല്ല ഈ വെസ്റ്റീജിലേക്ക് ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയുണ്ട്, സാലറി ഉണ്ട്, 10-22 കൊല്ലം സർവീസ് ചെയ്ത സർക്കാരിന്റെ പെൻഷൻ ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി മരിക്കോളം കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ട്. അതിനു പുറമെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്, 10-18-20% പ്രൈസ് കമ്മിയായിട്ട് കിട്ടുന്നത്. ഇതിൽ നല്ലൊരു കംഫർട്ട് സോണുള്ള ഒരാൾ എന്തിന് വെസ്റ്റീജിൽ നമ്മൾ ബുദ്ധിമുട്ടണം എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റീജ് തരുന്ന കാര്യങ്ങൾ, അതായത് ഗവൺമെന്റ് നമുക്ക് തരുന്നതും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി തരുന്നതും അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെസ്റ്റീജ് തരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഹെൽത്തി എൻവയോൺമെന്റ് ഫസ്റ്റ്. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാക്കും. ആരോഗ്യപരമായിട്ടുള്ള മെച്ചം, ആരോഗ്യവും സമ്പത്തും ഉള്ളിടത്താണ് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നറിയാം. അതിനോടനുബന്ധിച്ച് നമ്മൾ രാജ്യത്തിന്റെ ബിൽഡിങ്ങിനായിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടാണ് ഓരോ സാധനം വാങ്ങുന്നത്. ഇന്ന് എത്ര മൊത്തം രാജ്യത്ത് 5% ആൾക്കാർ മാത്രമാണ്, 134 കോടി ജനങ്ങളിൽ വെറും 5% ആൾക്കാർ മാത്രമാണ് ടാക്സ് പെയർ ഉള്ളൂ. അഭിമാനത്തോടു കൂടി ഓരോ വെസ്റ്റീജിനും പറയാം ടാക്സ് പെയർ. അപ്പൊ നമ്മളോട് സാധാരണക്കാർ ചോദിക്കും, ഞങ്ങളും വാങ്ങുന്നുണ്ടല്ലോ സാധനങ്ങൾ, അതിനും ടാക്സ് ഉണ്ടല്ലോ, സോപ്പ് എണ്ണ നമുക്ക്. പക്ഷെ ആ ടാക്സ് ആര് വെട്ടിക്കുന്നത് നമുക്കറിയാം. പിന്നെ ഏത് റീറ്റെയിൽ പോയാൽ കഴിഞ്ഞാലും നമുക്ക് ബില്ല് തരില്ല. നമ്മൾ ടോട്ടൽ 2000 രൂപയുടെ സാധനം മേടിച്ചാൽ 2000 രൂപ കൊടുത്തു പോലും നമ്മൾ ബില്ല് മേടിക്കില്ല. ആ ബില്ല് അയാൾക്ക് എങ്ങനെ അറിയാം, ടാക്സ് എങ്ങനെ കട്ടണമെന്ന് അയാൾക്കറിയാം. പക്ഷെ നമുക്കിവിടെ ബില്ലുണ്ട്, ബില്ലടിച്ചാലേ സാധനം കിട്ടുള്ളൂ, ബില്ലില്ല നമുക്ക് സാധനം പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 100% ഗവൺമെന്റിനോട് സപ്പോർട്ട് ചെയ്ത് ഈ രാജ്യ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു അഭിമാനമാണ്. പിന്നെ ഞാൻ ഈ 4 മാസം മുന്നേ, 5 മാസമായിട്ടുണ്ടാവില്ല, 5 മാസം മുന്നേ ഞാൻ ഒറ്റപ്പാലം TLCP ഞാൻ റൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ നിരന്തരം ദിവസം 1 മണിക്കൂറെങ്കിലും എൻ്റെ കോളുകൾ ഇയാൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. രണ്ടാളാണ് ചോദിക്കാറുള്ളത്. ഒരാൾ ആലത്തൂർ TLCP ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്തു, രണ്ടാമത്തെ ആൾ ഇവിടെയായി. ഇനിയിപ്പോൾ 1-2 പേര് ഇനി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇതിൽ കൂടെ കടന്നു വന്ന ആൾക്കാർക്ക്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെറും 14 TLCP ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 47-ാമത്തെ TLCP ആണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത്രയും TLCPകൾ വന്നു. ഇത്രയും നമ്മുടെ കഴിഞ്ഞ മാസത്തെ ഇത് ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തെയും കേരളത്തിൽ ഇന്നേ വരെ, അതായത് കേരളത്തിൽ വെസ്റ്റീജ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നമ്മുടെ റേഞ്ചിൽ കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗ് നടന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്നത് ഓരോ മാസവും അതിന്റെ മേലെ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ യൂണിസാർ പറഞ്ഞ പോലെ ദർശനത്തിന് നമ്മൾ വഴി മാറി നിന്ന് കഴിഞ്ഞാൽ ദർശനം കണ്ട് എല്ലാവരും പോവുള്ളൂ, നമ്മൾ അവിടെ തന്നെ ഉള്ളൂ. ആ ദർശനത്തിൽ നമ്മൾ കയറി നിൽക്കുക, നമ്മൾ അറിയാതെ അവിടെ ദർശനം ചെയ്ത് പുറത്തു വരും. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നത് നമുക്കും കിട്ടുള്ളൂ. കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായി കഴിക്കാം. ഇതേപോലെ നമുക്ക് സന്തോഷമായി നിൽക്കാം. വിഷുവൽ, താങ്ക് യു. എല്ലാവരും സെറിമണിയുടെ വൈൻഡപ്പ് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ അതിലേക്കായി ഞാൻ എൻ്റെ 9 വയസ്സുള്ള മകളെ വെസ്റ്റീജിന്റെ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊടുക്കുകയാണ്. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന ഇൻഡസ്ട്രികൾ എന്നാണ് ടാക്സ് സെല്ലിംഗ്, അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി.
മാനേജ്മെന്റ്, രണ്ടാമത്തേത് പ്രൊഡക്റ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവസാനമായി വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ബ്യൂട്ടി എന്നാൽ ഇവിടെ 500 രൂപ മുതൽ 1,20,00,000 രൂപ നേടുന്ന സിദ്ധാർത്ഥ് സിംഗ് സാറിനെ പോലെയുള്ള വ്യക്തികളുണ്ട് എന്നുള്ളതാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഏതൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനും തങ്ങളുടെ നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും പുതിയൊരു നേട്ടം കൊയ്യുവാനും സാധിക്കുന്നതാണ്. ഏതൊരു വീട്ടിലെ അച്ചീവ് ചെയ്ത നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും ആത്മനിർഭർ സെൽഫ് പ്ലാൻ വളരെ സഹായകമാണ്. ഇത് നമുക്ക് വെസ്റ്റീജ് പ്ലാനിന്റെ പ്രത്യേകതകൾ പഠിക്കാം. ആദ്യത്തേത് ഇതൊരു അക്യൂമുലേറ്റീവ് പ്ലാൻ ആണ്. ഒലി പ്രൊമോഷൻസ്, നോ ഡിമോഷൻസ്, നോ റീക്വാളിഫിക്കേഷൻസ്. നാലാമതായി നോ ജോയിനിങ് പാക്കേജ്. അതായത് എല്ലാ കമ്പനികളും, അതായത് നിലവിൽ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കാണാൻ സാധിക്കും. എല്ലാ കമ്പനികളിലും ഹ്യൂജ് ആയ ജോയിനിങ് പാക്കേജുകൾ കാണാൻ സാധിക്കും. എന്നാൽ വെസ്റ്റീജിൽ ജോയിൻ ചെയ്യുന്നത് ഫ്രീ ആണ്. ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 നമ്പർ ID കിട്ടും. ID കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 രീതിയിലുള്ള വരുമാനങ്ങൾ ലഭിക്കും. ആദ്യത്തേത് റീറ്റെയിൽ പ്രോഫിറ്റ് 19-20%, പെർഫോമൻസ് ബോണസ് 5 മുതൽ 11%, ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് 5 മുതൽ 11%, ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%, ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് LOB 16%, ട്രാവൽ ഫണ്ട് 5%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ഫണ്ട് 2%. ഇനി നമുക്ക് ഓരോ വരുമാനങ്ങളും വിശദമായി പഠിക്കാം. ആദ്യത്തേത് റീറ്റെയിൽ പ്രോഫിറ്റ്. വെസ്റ്റീജിലെ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വെസ്റ്റീജ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും 10 മുതൽ 20% MRP ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് 2 ഓഫേഴ്സും കൂടി ലഭിക്കുന്നുണ്ട്. ആദ്യത്തേത് റീപർച്ചേസ് ഓഫർ. നിങ്ങൾ ഓരോ മാസവും 1-ാം തീയതിക്കും 17-ാം തീയതിക്കും ഇടയിൽ ഓരോ 750-800 രൂപ വരുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തേത് കൺസിസ്റ്റൻസി ഓഫർ. നിങ്ങൾ ഓരോ മാസവും 1-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിൽ 100 PVയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ 4 മാസം തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ കൺസിസ്റ്റന്റ് കസ്റ്റമർ ആവുന്നുണ്ട്. അപ്പോൾ 5-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് 2,500 രൂപയുടെ വരുന്ന പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഓരോ മാസവും 1-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിൽ 60 PVയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ 4 മാസം തുടരുകയാണെന്നുണ്ടെങ്കിൽ 5-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് 1,250 രൂപ വില വരുന്ന പ്രൊഡക്റ്റുകൾ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. ഏകദേശം 20%. ഇപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് കൂടി തന്നെ 20 പ്ലസ് 10 പ്ലസ് 20 ടോട്ടൽ 50% ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പെർഫോമൻസ് ബോണസ്. നിങ്ങളുടെ ക്യാറോഫിൽ ഈ ബിസിനസ്സിലേക്ക് നടന്നിട്ടുള്ള ഓരോ വ്യക്തികളും മാസാമാസം അവരുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടിട്ട് അതിന് തത്തുല്യമായ ക്യാഷ് നൽകുന്നതാണ് പെർഫോമൻസ് ബോണസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വെസ്റ്റീജിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ MRP ബോക്സ് മനസ്സിലാക്കുക. അതിന്റെ 40% കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രോഫിറ്റുമായിട്ട് മാറ്റിവെക്കപ്പെടുന്നുണ്ട്. ബാക്കി വരുന്ന 60% ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ട് സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ മാറ്റിവെക്കാറുള്ളത്. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 60% ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കമ്പനി മാറ്റിവെക്കുന്നത്. ഇതിന്റെ 5 മുതൽ 15% കമ്പനി പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് തരുന്നത്. ഇത് നമുക്ക് തരുന്നതിന് കമ്പനി സ്ലാബ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം മാസാമാസം 30 PVയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പോയിന്റിന് സമാനമാവുകയാണ്. അപ്പോൾ ഒരു PVയുടെയും 599 PVയുടെയും പർച്ചേസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5% സ്കെയിലാണ്. 60 PV മുതൽ പിന്നീട് അങ്ങോട്ട് 8%, 2,400 PV മുതൽ പിന്നീട് അങ്ങോട്ട് 10%, 5,500 മുതൽ പിന്നീട് അങ്ങോട്ട് 11%. ഈ 5,500 ടച്ച് ചെയ്യുന്ന വ്യക്തിയെ ബ്രൗൺസ് ഡയറക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് 2 ഫാസ്റ്റ് ആൻഡ് ഓഫേഴ്സും കൂടി ഉണ്ട്. നിങ്ങൾ ഒരു മാസം കൊണ്ട് 282 PV ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5%-ന് പകരം 8% ആവുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ആൻഡ് 8%. അതിൽ നിങ്ങൾ ഒരു മാസം കൊണ്ട് 4,500 PV ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 11% ആവുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ആൻഡ് ബ്രൗൺസ് ഡയറക്ടേഴ്സ് എന്ന്. ഒരു മാസം കൊണ്ട് നമുക്ക് വെച്ചിട്ട് പിന്നിൽ നമുക്ക് വെച്ചിടാം. ഒരു മാസം കൊണ്ട് 4,500 PVയോ അതല്ലെങ്കിൽ പതുക്കപ്പെടുന്ന 5,500 PVയോ ചെയ്തതോടുകൂടി നിങ്ങൾ വെസ്റ്റീജ് ബിസിനസ്സിലെ ബ്രൗൺസ് ഡയറക്ടർ എന്ന പദവിയിലേക്ക് എത്തുന്നു. നിങ്ങളുടെ താഴെ ഒരു ബ്രൗൺസ് ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സിൽവർ ഡയറക്ടർ ആവുന്നു. നിങ്ങളുടെ താഴെ 2 ബ്രൗൺസ് ഡയറക്ടേഴ്സ് 2 ലെവലുകളായി വരുന്ന സമയത്ത് നിങ്ങൾ ഗോൾഡ് ഡയറക്ടർ എന്നും 3 ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സ്റ്റാർ ഡയറക്ടർ എന്നും 4 ലീഡേഴ്സിനെ ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഡയമണ്ട് ഡയറക്ടർ എന്നും 6 ലീഡേഴ്സിനെ ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ നോൺ ഡയറക്ടർ എന്നും 8 ലീഗുകൾ ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ യൂണിവേഴ്സൽ ഗ്രൗണ്ട് ഡയറക്ടർ
ഡയറക്ടറായിരുന്നു. 12 ലഭ്യതകൾ ക്വാളിഫൈ ചെയ്ത് കൊടുക്കുന്ന ഡബിൾ ഗ്രൗണ്ട് ഡയറക്ടറായിരുന്നു. 16 ലഭ്യതകൾ ക്വാളിഫൈ ചെയ്ത് കൊടുക്കുന്ന ഡബിൾ 120 ഗ്രൗണ്ട് ഡയറക്ടറിന്റെ ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്ക് ബ്രോൺസ് ഡയറക്ടർ ബോണസ് ലഭിച്ചു തുടങ്ങുന്നു. ഈ വരുമാനം മുതൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 2 വരുമാനങ്ങളും നമ്മുടെ താഴെ വന്ന ബിസിനസിന്റെ മാത്രം വരുമാനമാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഈ വരുമാനം മുതൽ ബാക്കി അങ്ങോട്ടുള്ള 7 വരുമാനങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ ഒരു വീതം ലഭിക്കുവാൻ നിങ്ങൾ അർഹരാകുന്നു. ബ്രോൺസ് ഡയറക്ടർ ബോണസ് എന്നത് ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ 4% മാറ്റി വെച്ചിട്ട് ഇന്ത്യയിൽ എത്ര ബ്രോൺസ് ഡയറക്ടേഴ്സ് ഉണ്ടോ ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്നതാണ്. ഈ ആത്മനിർഭർ സക്സസ് പ്ലാൻ പ്രകാരം ഈ ഫണ്ട് ബ്രോൺസ് ഡയറക്ടേഴ്സിന് മാത്രമായി വീതിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. നിങ്ങൾ സിൽവർ ഡയറക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്ക് ബിസിനസ് ബിൽഡിംഗ് ബോണസ് ലഭിച്ചു തോന്നുന്നു. സിൽവർ ആൻഡ് അബവ് ഉള്ള വ്യക്തികൾക്ക് അവരുടെ പെർഫോമൻസിന്റെ ബേസിൽ കമ്പനിയിലെ ഓരോ മാസത്തെയും ബിസിനസ് വോളിയത്തിന്റെ 14% മാറ്റി വെച്ചിട്ട് ഓരോ സിൽവർ ആൻഡ് അബവ് ഉള്ള വ്യക്തികൾക്കും കൊടുക്കുന്നതാണ്. അടുത്തത് ലീഡർഷിപ്പ് ഓവർഹെഡിംഗ് ബോണസ് അല്ലെങ്കിൽ LOB. സിൽവർ ആൻഡ് അബവ് ഉള്ള വ്യക്തികൾക്കാണ് ലീഡർഷിപ്പ് ഓവർഹെഡിംഗ് ബോണസ് ലഭിക്കുന്നത്. അവരുടെ പെർഫോമൻസിന്റെ ബേസിൽ കമ്പനിയുടെ ഓരോ മാസത്തെയും ബിസിനസ് വോളിയത്തിന്റെ 16% മാറ്റി വെച്ചിട്ട് ഓരോ സിൽവർ ആൻഡ് അബവ് ഉള്ള വ്യക്തികൾക്കും അവരുടെ പെർഫോമൻസിന്റെ ബേസിലായിട്ടാണ് ലീഡർഷിപ്പ് ഓവർഹെഡിംഗ് ബോണസ് കൊടുക്കുന്നത്. അടുത്ത ട്രാവൽ ഫണ്ട്. ഇപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ് വിദേശ യാത്രകൾ. കമ്പനിയുടെ ഓരോ മാസത്തെയും ബിസിനസ് വോളിയത്തിന്റെ 5% മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിലായിട്ടാണ് ട്രാവൽ ഫണ്ട് ലഭിക്കുന്നത്. അടുത്തത് കാർ ഫണ്ട്. ഇപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ് കാർ സ്വന്തമാക്കുക എന്നുള്ളത്. ഇവിടെ വെറും സ്റ്റാഫ് ഡയറക്ടർ ക്വാളിഫിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് കാർ ഫണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ സ്റ്റാഫ് ഡയറക്ടറായി ഒരു 3 മാസം കൂടി നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് കാർ ഫണ്ട് ലഭിച്ചു തുടങ്ങും. കാർ ഫണ്ടിന് കമ്പനികൾ ലഭിച്ചിരിക്കുന്നത് മാസം 80,000 രൂപ വരെ ലഭിക്കാവുന്നതാണ് കാർ ഫണ്ട്. അടുത്തത് ഹൗസ് ഫണ്ട്. ക്രൗൺ ആൻഡ് അബവ് ഉള്ള വ്യക്തികൾക്കാണ് ഹൗസ് ഫണ്ട് ലഭിക്കുന്നത്. നിങ്ങളുടെ താഴെ 6 ബ്രോൺസ് ഡയറക്ടേഴ്സിനെ പേരിട്ടുമ്പോൾ നിങ്ങൾ ക്രൗൺ ഡയറക്ടർ ആകുന്നു. ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞിട്ട് 4 മുതൽ നിങ്ങൾക്ക് ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ആകുന്നു. കമ്പനിയുടെ ഓരോ മാസത്തെ ബിസിനസ് വോളിയത്തിന്റെ 3% മാറ്റി വെച്ചിട്ടാണ് ഹൗസ് ഫണ്ട് നിങ്ങൾക്ക് തരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എലൈറ്റ് ക്ലബ് ഫണ്ട്. കമ്പനിയുടെ BCD ആൻഡ് BUCD റാങ്കുള്ളവർക്കാണ് എലൈറ്റ് ക്ലബ് ഫണ്ട് ലഭിക്കുന്നത്. കമ്പനിയുടെ ഓരോ മാസത്തെയും ബിസിനസ് വോളിയത്തിന്റെ 2% മാറ്റി വെച്ചിട്ടാണ് എലൈറ്റ് ക്ലബ് ഫണ്ട് നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെ 9 രീതിയിലുള്ള വരുമാനങ്ങൾ വെസ്റ്റീജിലെ ഓരോ ഡയറക്ടേഴ്സിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇവിടെ 500 മുതൽ 1,20,20 ലക്ഷം രൂപ വരെയൊക്കെ സിദ്ധാർത്ഥ് സിംഗ് സാറിനെ പോലുള്ള വ്യക്തികളുണ്ടെന്നുള്ളത്. സാറിനെ പോലെ തന്നെ നിങ്ങളുടെ ടീമിൽ 1 കോടിയോളം വരുമാനം നേടുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു. ഈ സോഫ്റ്റ്വെയറിന്റെ രഹസ്യം എനിക്കറിയില്ല. ഇതാണ് ആർമിയുടെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു സാർ. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനിതൊരു ഉദാഹരണം മാത്രം വെക്കുകയായിരുന്നു. നമ്മുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഈ ബിസിനസ്സിലോട് വെക്കുന്നു അത്രത്തോളം നമ്മുടെ ബിസിനസ് വളരുന്നത് മാത്രമല്ല, നമ്മുടെ ഭാരതം ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മനിർഭർ എന്ന ലെവലിലേക്ക് മാറും. വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതത്തിന് പുറത്തുള്ള ശക്തികളുടെ ഇൻഫ്ലുവൻസ് കുറച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ പ്രൊഡക്റ്റ് വിജയിക്കാൻ സാധിക്കുക. അതിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന സമ്പത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യം ലഭിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ എന്റെ എൻട്രൻസ് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് മിസ്റ്റർ കലാം സാർ. അദ്ദേഹത്തിന്റെ വാക്കുകളോട് എഴുതിച്ചത്, ഉറങ്ങുമ്പോൾ കാണുന്ന നല്ല സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുന്നത് ഏതോ അതാവണം സ്വപ്നം. അതുകൊണ്ട് തന്നെ അതോടൊപ്പം അതിന്റെ താഴെ എഴുതുന്നുണ്ട്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ഈ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഈ വെസ്റ്റീജിന്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും അവര് കുടുംബപരമായും ഒരു പാസീവ് ഇൻകത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ലെവലിലേക്ക് പോകാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെസ്റ്റീജ് എന്ന് ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
തീർച്ചയായിട്ടും നമ്മൾക്ക് ഏവർക്കും ഇതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന നമ്മുടെ മാനേജ്മെന്റിനെ മറക്കാൻ സാധിക്കില്ല. ഇത്രയും വലിയൊരു പ്ലാൻ അവരുടെ ബ്രെയിനിൽ എങ്ങനെ ഉദിച്ചു ഞാൻ എപ്പോഴും ആശ്ചര്യത്തോടുകൂടി ഓർക്കാറുണ്ട്. അതിന്റെ എല്ലാം പുറകിൽ ഒരു ചാലക ശക്തിയെ പ്രവർത്തിച്ചത് അവരുടെ ഉള്ളിലുള്ള ദേശസ്നേഹമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും കമ്പനിയുടെ റെക്കഗ്നേഷൻസും അവാർഡ്സിന്റെയും ഒപ്പം തന്നെ നടക്ക് ഞാൻ നാഷണൽ ഫ്ലാഗ് പ്രദർശിച്ചത് ഇത്തരം ഒരു ആദർശത്തിന്റെ പുറത്താണ്. നമുക്ക് എത്ര തന്നെ കാശുണ്ടെങ്കിലും കുറച്ച് മൂല്യങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ അത്തരത്തിൽ തന്നെ വ്യക്തമായ ഒരു ലക്ഷ്യബോധവും ആദർശങ്ങളും തത്വങ്ങളും ഉള്ള ഒരു കമ്പനിയിലാണ്, ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുക. വിശ്വാസമല്ല, ആ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരെ കൊണ്ടും എത്രത്തോളം ഇൻവോൾവ് ആകാൻ പറ്റുമോ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ഇൻവോൾവ് ആകുക. ഓരോരുത്തരുടെയും ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഏറ്റവും വലിയ ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. അതിനൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഞാനിവിടെ എന്റെ സ്വന്തം ദേശം ഇതല്ല, ഞാൻ വെള്ളനാടുകാരനാണ്. ആര്യനാട് വെള്ളനാട് ഭാഗം താമസിക്കുന്നത്. നേരത്തെ ഇവിടെ അൻവർ സാർ സൂചിപ്പിച്ചത് ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തി ആയിരുന്നു. പക്ഷേ ഞാൻ അവിടെ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ റെന്റ് ഹൗസ് എടുത്തുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വന്ന എല്ലാവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും നേരം ഈ നമുക്കെല്ലാം അറിയാം തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾ. സോ അതുപോലെ എന്റെ ഡയറക്ടറായിട്ടുള്ള അപ്ലൈൻ മിസ്റ്റർ മുഹമ്മദ് സാലി വന്നിട്ടുണ്ട്. അദ്ദേഹം ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. ഞാൻ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി എന്താ പറയാ ഒരു റെസ്പെക്ടോടു കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മുഹമ്മദ് സാലി. ഇവനിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് 1-2 പ്രാവശ്യം ഒരു ദിവസം ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ലേഡീസ് ജോയിനിങ് ടൈം, ഫ്രീ ജോയിനിങ് ടൈം. അന്ന് ജോയിൻ ചെയ്തിരുന്നു. ഒരു ദിവസം വന്നു, 2 പേര് അന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് പോയി. അന്നും എന്താ വെച്ചാ ഇതിന്റെ വെസ്റ്റേജിന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ശരിക്കും പവർ മനസ്സിലാക്കി കൊടുത്ത ഒരാൾ ഇവിടെ എല്ലാവർക്കും സുപരിചിതമാണ്. അതായത് എനിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത എല്ലാവർക്കും എന്താണ് വെസ്റ്റേജ്, എന്താണ് പാസീവ് ഇൻകം, ഇല്ലെങ്കിൽ നോർമൽ ഇൻകം കഴിക്കുന്നവർക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ വാല്യൂ എന്ന് മനസ്സിലാക്കി കൊടുത്തത്. എന്ന് വെച്ചാൽ ഇൻകം എക്സ്ട്രാ ഇല്ലെങ്കിൽ പണി കിട്ടുന്ന ഒരുപാട് പേരാണ്. പക്ഷെ ഇവനെ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തത് വിളിക്കുന്ന ഞാൻ 2 പേരും ഒരുമിച്ച് ട്രെയിനിങ് ചെയ്താണല്ലോ. അതുകൊണ്ട് അവർ സാധനം ഞാൻ വിടില്ല, നമ്മള് ഡ്രോമ ലെവലിൽ തന്നെയാണ്. 2 പേരും ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത് 1 മാസത്തിന്റെ ഡിഫറൻസിൽ റിട്ടയർഡ് ആയ ആൾക്കാർ. എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമാണ്, ട്രെയിനിങ് പോകണം വേണ്ടയോ ഇല്ല, അതല്ല എല്ലാവർക്കും പ്രശ്നം. സാധനം പേടിച്ച് ഉപയോഗിക്കാം, പക്ഷെ ട്രെയിനിങ് പോയില്ല. ട്രെയിനിങ് പോയിട്ട് 100% പറയാം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ട്രെയിനിങ് പോകേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാം ഓൺലൈനിൽ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് കാര്യം. ഇപ്പൊ നമ്മൾ ഡെയിലി മീറ്റിംഗ് നടത്തുന്ന സൂമിൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാം. ഇവൻ ഒരു VIP ശരിക്കും അതുപോലത്തെ സെഷൻസ് ശരിക്കും നടക്കുന്നില്ല. നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ 3 പ്രാവശ്യമായിട്ട് VIP നടക്കുമ്പോൾ അതിനൊരു ഇത് കിട്ടുന്നില്ല. പക്ഷെ അടുത്ത് എപ്പോ ഹാൾ മീറ്റിംഗ് വരുന്നോ VIP ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവർക്ക് 100% അറ്റൻഡ് ചെയ്യാം. ഒരു VIP ആയതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ സ്റ്റാറാണ്, എന്റെ താഴെ സ്റ്റാറാണ്. പറയാൻ വിട്ടുപോയി. വെളിയൊരു കാർ നിൽക്കുന്നുണ്ട്, അത് നോക്കാനുള്ളതാണ്. ഫ്രീ ആയിട്ട് ടെസ്റ്റ് കൊടുത്താണ്. അതുപോലെ തന്നെ അടുത്ത മാസം ഒരു കാർ എടുക്കാൻ പോകാം. എന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന എന്റെ ഏട്ടനാണ്, പോലീസിലാണ്, SI ആണ്. എന്റെ ഫുൾ സപ്പോർട്ട്. ഞാൻ ഇവരുടെ ബൈക്കിൽ പിന്നാലെ ആദ്യം കയറി പോയി. എവിടെയൊക്കെ പ്ലാൻ കൊടുക്കുന്നു അവിടെയൊക്കെ ഒരു പ്ലാൻ കൊടുക്കുന്നു ഞാൻ നോക്കി നിന്ന് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ആവശ്യമില്ലല്ലേ. അപ്പൊ ആര് പറയുന്നത് നിങ്ങളുടെ കൂടെ അപ്ലൈൻ ആരാ വന്നിരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുക. ഏറി വന്ന ഒരു 10 പ്ലാൻ, ആ 10 പ്ലാനിനുള്ളിൽ നമ്മൾ പ്ലാൻ പഠിക്കുക. നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വൃക്ഷമാണോ വലിയ വടവൃക്ഷമായിട്ട് മാറുക, അല്ല നമ്മൾ എവിടെന്നെങ്കിലും വേര് തേടി പോയി പിടിച്ചെടുക്കുന്നതാണോ? നമ്മൾ ഒഴിച്ചു വിടുന്നത് കുറച്ച് ദിവസത്തേക്ക് നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ അത് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. വേര് ഓൺലി ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ വെള്ളം തേടി പോകുന്നത് വെച്ചാൽ ഇതുപോലെ ഞാൻ 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഒരു വടവൃക്ഷമായില്ലേ, എനിക്കിവിടെ പകുതി ആൾക്കാർ അറിയത്തില്ല. അതുപോലെ എന്റെ അപ്ലൈൻ ആയിട്ടില്ല, ഗ്രേറ്റ് അപ്ലൈൻ ആണ് എപ്പോഴും പറയുന്ന ബാലസുബ്രഹ്മണ്യൻ സാർ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ആന്ധ്രയിൽ അദ്ദേഹത്തിന് 2 കണ്ടക്ടറുള്ളത്. പോയത് 1 പ്രാവശ്യമാണ്. പിന്നെ ഓരോ പ്രാവശ്യം ഒരു കാർ പഠിക്കുമ്പോൾ ഓരോ കാര്യത്തിനെ പോകും. അപ്പൊ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ കൂടെ നമ്മള് സ്വന്തമായിട്ട് ആലോചിക്കുക, നമ്മൾ എപ്പോഴും തേടി പോവുക. എല്ലാ ഇൻഫർമേഷനും തേടി പോകുന്ന സാറ് പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫർമേഷൻ എല്ലാ രീതിയിലും കിട്ടാണ്ട് ഇൻഫർമേഷൻ എടുക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. വേറെ ഒന്നും ഇതിൽ പറയാനില്ല. വിഷ് യു വെൽ. താങ്ക് യു.
താങ്ക് യു മിസ്റ്റർ സാലി ബ്രോ. ആൻഡ് പ്രോഗ്രാം ഈ ഇനാഗുറൽ സെറമണി ഇവിടെ വൈൻഡപ്പിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ക്ഷണം സ്വീകരിച്ച്, അതായത് നേരിട്ടുള്ള ക്ഷണവും അതല്ലാതെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും എന്റെയും ഫാമിലിയുടെയും അതോടൊപ്പം എന്റെ കമ്പനീസിന്റെയും ലീഡേഴ്സിന്റെയും ഭാഗത്തു നിന്നുകൊണ്ട് വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓരോരുത്തരേക്കും ഒരു ചായത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും എല്ലാവരും